നെന്മാറ കിംസ് അവൈറ്റിസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. നെന്മാറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നടന്നത്. കേരള പ്രവാസി സംഘടന, JCI നെന്മാറ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. BA ഹീറോ സേവേ ലൈഫ് എന്ന സന്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. അത്യാഹിത സാഹചര്യങ്ങൾ തിരിച്ചറിയൽ, സഹായത്തിനായി ബന്ധപ്പെടേണ്ടവർ, CPR നൽകേണ്ട രീതി, AED ഉപയോഗം തുടങ്ങി വിവിധ വിഷയങ്ങളിലാണ് പരിശീലനം നൽകിയത്. കിംസ് അവൈറ്റിസ് ഹോസ്പിറ്റൽ എമർജൻസി മെഡിസിൻ HOD ഡോക്ടർ സാവിത്രി മനുവാണ് പരിശീലന ക്ലാസ് നയിച്ചത്. ഫ്രണ്ട് ബെഞ്ചിലിരിക്കും, ഞാൻ സെക്കൻഡ് ബെഞ്ചിലാണ്. ഫ്രണ്ട് ബെഞ്ചിലിരുന്ന കുട്ടി പെട്ടെന്ന് ഭയങ്കരമായിട്ട് അപസ്മാരം വന്നിട്ട് ക്ലാസ്സിലൊക്കെ വീണു. ആദ്യം ഉണ്ടായ കാര്യം എന്താ വെച്ചാൽ, ഇത് വർഷങ്ങൾ മുമ്പാണ്. എല്ലാവരും ചുറ്റും കൂടി എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. പക്ഷേ ടീച്ചർ ഭയങ്കര പ്രസൻസ് ഓഫ് മൈൻഡ് ആയിരുന്നു. ടീച്ചർ ഓടി വന്ന് ആ കുട്ടിയെ ഇടത്ത് വശത്തേക്ക്. ഇന്നും എനിക്ക് അത്ഭുതമാണ് ആ ടീച്ചറുടെ ഒരു ബുദ്ധിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. ചേട്ടാ, റെസ്പോൺസ് ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഞാൻ കേട്ടില്ല. ഇല്ല, റെസ്പോൺസ് ഇല്ല. അപ്പം എനിക്ക് എന്ത് മനസ്സിലായി? എനിക്ക് ബോധമില്ല എന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് എന്തായാലും ബോധമില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. ടീച്ചറെ ഒന്ന് ആംബുലൻസ് വിളിക്കും. നെന്മാറ നിയുക്ത MLA K. പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് പകരം വയ്ക്കാനില്ലാത്ത ഏറ്റവും വലിയ സേവനമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും ജനക്ഷേമ പ്രവർത്തനങ്ങളായാലും എന്നതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ വ്യത്യസ്തതയാണ് വൈവിധ്യപൂർണമായ ജീവിത രീതികൾ അവലംബിക്കുന്ന മുഴുവൻ മനുഷ്യരെയും പരിഗണിക്കുന്നതിനും ചേർത്ത് പിടിക്കുന്നതിനും ഇതുപോലുള്ള സന്നദ്ധ സംഘടനകളും സർക്കാർ സംവിധാനങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമേ അതൊരു വിജയമാകും. പലപ്പോഴും സർക്കാർ സംവിധാനത്തിൽ എന്താ കാണാം, അതൊരു ചടങ്ങായി കാണാനുള്ളതാണ്. സർക്കാരിന്റെ കാര്യമില്ല, അതൊക്കെ അങ്ങനെ മതിയെന്നാണ്. പക്ഷേ അതേ സേവനം നമുക്ക് വെളിയിൽ നിന്നും മേടിക്കേണ്ടി വന്നാലോ അതിനെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണാം. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസം എന്നത് ഇന്ന് നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ഇപ്രാവശ്യത്തെ റിസൾട്ടിൽ ഫുൾ A+ പകുതിയോളം പറഞ്ഞു പോയെങ്കിലും കേട്ടിട്ട്. പക്ഷെ വിജയ ശതമാനത്തിനൊരു മങ്ങലില്ല. ഉണ്ടോ? നല്ല വിജയ ശതമാനം കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളും മികവിന്റെ വിദ്യാലയങ്ങളായി ആത്മവിശ്വാസത്തോടു കൂടി പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ ചേരാനും രക്ഷിതാക്കൾ ചേർക്കാനും കഴിയാവുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടായപ്പോൾ അതിൽ കുറച്ച് അസൂയ മറ്റു ചില ആളുകൾക്ക് ഉണ്ടായതിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കഴിയില്ല. ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രഥമ പരിഗണന. പ്രവാസി സംഘടനാ യൂണിറ്റ് പ്രസിഡന്റ് അബ്ബാസ് നെന്മാറ അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ S. ജ്യോതി, പ്രധാനാധ്യാപിക ചന്ദ്രിക, കൊല്ലങ്കോട് BRC BPC ഹബീബ് റഹ്മാൻ, JCI നെന്മാറ പ്രസിഡന്റ് അൻഷാദ് ഹസൻ, PTA അംഗം സജീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. PTA പ്രസിഡന്റ് സുരേഷ് അനന്തരാമൻ സ്വാഗതവും കമ്മ്യൂണിറ്റി കണക്ട് കോർഡിനേറ്റർ അനില നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.